മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഗ്രാന്റിന് പകരം വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ 529.50 കോടി രൂപയാണ് കാപെക്സ് വായ്പയായിട്ട് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് സഹായമായി ഗ്രാന്റ് ആണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. 2025 മാർച്ച് 31 മുൻപ് തുക പൂർണ്ണമായും ചെലവഴിക്കണമെന്ന വിചിത്ര നിബന്ധനയും കേന്ദ്ര സർക്കാർ വെച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര ബജറ്റിൽ 2000 കോടി രൂപയുടെ പാക്കേജും കൂടാതെ ഗ്രാന്റും വായ്പയും സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് വായ്പയാണ് നിലവിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. 529.50 കോടി രൂപ കാപെക്സ് വായ്പയായിട്ടാണ് അനുവദിച്ചത്. 50 മാസം തിരിച്ചടവ് കാലാവധി, പലിശരഹിതം ഇതാണ് കാപെക്സ് വായ്പ. എന്നാൽ ഈ തുക 2025 മാർച്ച് 31 പൂർണ്ണമായും ചെലവഴിക്കണം. അത് ബോധ്യപ്പെടുത്തണം എന്നതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന. ഇത് വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തിന് ഉണ്ടാക്കുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. അതൊരു പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിവിധ വകുപ്പുകൾ കേന്ദ്രത്തിന് സമർപ്പിച്ച 16 പദ്ധതികൾക്കായാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. KSDMA വഴി വിവിധ വകുപ്പുകൾക്ക് തുക കൈമാറി വകുപ്പുകൾ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായാൽ മാത്രമാണ് തുക പൂർണ്ണമായും ചെലവഴിച്ചു എന്നത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കൂ. ഇത് എങ്ങനെ പ്രായോഗികമാക്കാം എന്നതാണ് സർക്കാർ പരിശോധിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഗ്രാന്റ് ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര നിലപാട് കൂടിയാണ് വായ്പ അനുവദിച്ചതിലൂടെ വ്യക്തമാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.